സക്സസ് മാജിക് കരിയർ പോയിന്റ് യൂട്യൂബ് സെക്ഷനിലേക്ക് ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നോർസെറ്റ് 7 എക്സാം ഡേറ്റ് സെപ്റ്റംബർ 15 എന്നുള്ളത് എയിംസിന്റെ ഒഫീഷ്യൽ സൈറ്റിലൂടെ വളരെ നേരത്തെ തന്നെ നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയ കാര്യം അല്ലെ. അതിനായിട്ട് വളരെയധികം പേര് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ അതിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഓൺലൈനായിട്ട് ദിവസം അപേക്ഷിക്കേണ്ട സമയമാണ് ഇപ്പോ. സോ ഈ ഒരു എയിംസ് നോർസെറ്റ് 7 എക്സാമിനെ കുറിച്ചും അതിന്റെ പരീക്ഷാ രീതിയെ കുറിച്ചും അതുപോലെ തന്നെ ഫസ്റ്റ് ലെവൽ എക്സാം, സെക്കൻഡ് പ്രിലിമിനറി എക്സാം, അതുപോലെ തന്നെ മെയിൻ എക്സാം, അതിന് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് കേട്ടോ. എയിംസ് നോർസെറ്റ് 7 എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് കുറേയധികം ഡേറ്റുകൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് ഓഗസ്റ്റ് 8, 2024, ഓഗസ്റ്റ് 1 ആരംഭിച്ചത്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാനത്തെ ദിവസം എന്ന് പറയുന്നത് 21/8/2024 5 മണി വരെയാണ് ഓൺലൈനായിട്ട് അപേക്ഷിക്കാനുള്ള സമയം. സോ ഇപ്പൊ ഓൺലൈൻ അപേക്ഷ ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട്. അവസാന ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 21 5 മണി വരെയാണ്. ഇനി എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ രജിസ്ട്രേഷൻ എന്തെങ്കിലും എഡിറ്റിംഗ് ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 3 ദിവസം കൂടി സമയം ഉണ്ടാകും. 22-ാം തീയതി മുതൽ 24/8/2024 5 മണി വരെ നിങ്ങൾക്ക് എന്തെങ്കിലും കറക്ഷൻസോ എന്തെങ്കിലും ഏറെ മിസ്റ്റേക്കുകളൊക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ ഉള്ള അവസരവും ഉണ്ടാകും. അതിന് 3 ദിവസമാണ് കിട്ടുക. സോ 22 ഓഗസ്റ്റ് മുതൽ 24 ഓഗസ്റ്റ് വരെ 5 മണി വരെയാണ് ഈ ഒരു കറക്ഷന് വേണ്ടിയുള്ള സമയം അനുവദിച്ചിരിക്കുന്നത്. അതുപോലെ സ്റ്റാറ്റസ് ഓഫ് രജിസ്ട്രേഷൻ ആൻഡ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് കറക്ഷൻ ഓഫ് റിജക്റ്റഡ് ഇമേജസ് ഓർ അതർ ഡെഫിഷ്യൻസീസ്, അത് 30/8/2024 മുതൽ സെപ്റ്റംബർ 2 തീയതി 5 മണി വരെയാണ് അതിനുള്ള സമയം എന്ന് പറയുന്നത്. അതുപോലെ ഇൻഫർമേഷൻ അബൌട്ട് സിറ്റി എക്സാമിനേഷൻ സെന്റർ, നമ്മൾ അപേക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണ് എക്സാം സെന്റർ എന്നുള്ളത് നമുക്ക് 1 വീക്ക് ബിഫോർ എക്സാമിനേഷൻ, അതായത് സെപ്റ്റംബർ 15 എക്സാം, ഫസ്റ്റ് പ്രിലിമിനറി എക്സാം എന്ന് പറയുന്നത് അതിന് ഒരാഴ്ച മുന്നേ ആയിരിക്കും നമുക്ക് അറിയാൻ പറ്റുന്നത്. അതുപോലെ അഡ്മിറ്റ് കാർഡ് നമുക്ക് അപ്ലോഡ് ആകുന്ന, അല്ലെങ്കിൽ ഹാൾ ടിക്കറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത് എക്സാമിന്റെ വെറും 2 ദിവസങ്ങൾക്ക് മുന്നേ മാത്രമായിരിക്കും നമുക്ക് ഓൺലൈനായിട്ട് നമ്മുടെ അഡ്മിറ്റ് കാർഡ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുക കേട്ടോ. ഇനി ഡേറ്റ് ഓഫ് ഓൺലൈൻ CBT ഫോർ സ്റ്റേജ് 1 എക്സാമിനേഷൻ, അതായത് പ്രിലിമിനറി എക്സാമിനേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് സൺഡേ 15 സെപ്റ്റംബർ ആണ്. അതായത് സെപ്റ്റംബർ 15 തീയതിയാണ്. നമ്മൾ ഓൾറെഡി അറിഞ്ഞതുപോലെ തന്നെ സെപ്റ്റംബർ 15 ഫസ്റ്റ് പ്രിലിമിനറി എക്സാം വരുന്നത്. സെക്കൻഡ് സ്റ്റേജ് എക്സാമിനേഷൻ അല്ലെങ്കിൽ മെയിൻ എക്സാം വരുന്നത് ഫ്രൈഡേ 4 ഒക്ടോബർ 2024 ആണ്. സോ പ്രിലിമിനറി എക്സാം സെപ്റ്റംബർ 15 സൺഡേ ആണ്. ദെൻ സെക്കൻഡ് സ്റ്റേജ് എക്സാം അല്ലെങ്കിൽ മെയിൻ എക്സാം എന്ന് പറയുന്നത് 4 ഒക്ടോബർ ഫ്രൈഡേ ആണ് എക്സാം വരുന്നത്. റിസൾട്ട് എന്ന് പറയുന്നത് അധികം താമസിക്കാതെ സാറിന് 2 ആഴ്ചകളിൽ തന്നെ പബ്ലിഷ് ചെയ്യുന്നതാണ്. എക്സാമിനേഷൻ സെന്റർ കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ നഗരങ്ങളിലും എക്സാം സെന്റർ ഉണ്ടാകും. സോ ധൈര്യമായിട്ട് എല്ലാവരും അറ്റൻഡ് ചെയ്യുക. നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ ജില്ലകളിലും തന്നെ എക്സാം സെന്റർ ഉണ്ടാകും, പ്രധാനപ്പെട്ട ജില്ലകളിലും. സോ നിങ്ങൾ ദൂരെ ഒന്നും പോകേണ്ട കാര്യമില്ല. എല്ലാവരും മസ്റ്റായിട്ടും എക്സാം അപേക്ഷിക്കുക. അതുപോലെ തന്നെ പരമാവധി പഠിച്ച് തന്നെ അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്ത് തന്നെ എക്സാം എഴുതുക. കാരണം ഇത്രയും വലിയ വേക്കൻസിയാണ് എയിംസ് നോർസെറ്റ് എന്ന് പറയുന്നത്. അറിയാം, ഓൾമോസ്റ്റ് എല്ലാ സംസ്ഥാനങ്ങളിലും എയിംസ് നോർസെറ്റ് വന്നു കഴിഞ്ഞു. കേരളത്തിലും അധികം താമസിക്കാൻ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ ട്രാൻസ്ഫർ മൊത്തമുള്ള കാര്യങ്ങൾ അതിന്റെ നടപടിക്രമങ്ങൾ നടക്കുകയാണ്. നിങ്ങൾക്ക് കേരളത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള അവസരമുണ്ട്. അതുപോലെ SNO പോസ്റ്റിലേക്ക് അപേക്ഷിച്ച് നിങ്ങൾക്ക് ഓൾറെഡി എയിംസിൽ വർക്ക് ചെയ്യുന്നവർക്ക് തന്നെ കേരളത്തിൽ വർക്ക് ചെയ്യാനുള്ള അവസരം ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് തമിഴ്നാട് മധുരൈ അധികം താമസിക്കാതെ എയിംസ് നോർസെറ്റ് സ്റ്റാർട്ട് ചെയ്യും. സോ അവിടെയും നിങ്ങൾക്ക് വേക്കൻസി ധാരാളം വരുന്നുണ്ട്. സോ നമുക്ക് അടുത്ത് തന്നെ ഒത്തിരി അവസരങ്ങൾ ഇപ്പോൾ വരികയാണ് എയിംസ് നോർസെറ്റിനെ സംബന്ധിച്ച്. നിങ്ങൾക്ക് അറിയാമായിരിക്കും എയിംസ് നോർസെറ്റിന്റെ സാലറി എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട A ഗ്രേഡ് സിറ്റീസിലൊക്കെ ആണെങ്കിൽ 95,000 ആണ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ സാലറി വരുന്നത്. അതായത് കയ്യിൽ തന്നെ 80,000 രൂപയ്ക്ക് മുകളിലാണ് നമ്മുടെ എയിംസ് നോർസെറ്റിന്റെ സാലറി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ അവസരങ്ങളാണ്. മാത്രമല്ല നമുക്ക് വേക്കൻസി എന്ന് പറയുന്നത് ഈ സെപ്റ്റംബർ എക്സാമിന്റെ വേക്കൻസി സ്റ്റാറ്റസ് ഇപ്പോൾ വന്നിട്ടില്ലെങ്കിലും നമ്മളിപ്പോ പ്രതീക്ഷിക്കുന്നത് 3,000+ വേക്കൻസീസ് ആണ്. 3000-ലധികം. കഴിഞ്ഞ നോർസെറ്റ് 6-ന് 1,500 വേക്കൻസി ഉണ്ടായിരുന്നു. പക്ഷേ നോർസെറ്റ് 7 നമ്മൾ പ്രതീക്ഷിക്കുന്നത് 3000-ലധികം വേക്കൻസീസ് ആണ് കേട്ടോ. സോ കുറച്ചുകൂടി വേക്കൻസി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ വളരെ നല്ലൊരു അവസരമാണ്. അത് മാത്രമല്ല ഏകദേശം 1,00,000-ഓളം അടുക്കുന്നുണ്ട് അല്ലെ സാലറി. അടുത്ത ഒരു മീൻസ് ഒരു DA ഇൻക്രിമെന്റ് കൂടെ വരുമ്പോഴേക്കും
1 ലക്ഷത്തിലേക്ക് സാലറി എത്തും. അത്രയും വലിയൊരു അവസരം. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സംസ്ഥാനങ്ങളിലും എയിംസ് നോർസെറ്റ് ആരംഭിക്കുകയാണ്. കേരളം പോലുള്ള 1-2 സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഇനി എയിംസ് കിട്ടാനുള്ളത്. ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും എയിംസ് ആയി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ട്രാൻസ്ഫർ പോകാനും SNO പോസ്റ്റിലേക്കും ഒക്കെ പ്രൊമോഷൻ ആകാനുള്ള ഒക്കെ സാധ്യതകൾ എയിംസ് നോർസെറ്റ് എക്സാമിനുണ്ട്. അതിന് പരമാവധി കഷ്ടപ്പെട്ട് തന്നെ പഠിച്ച് എക്സാം എഴുതാൻ ശ്രമിക്കുക കേട്ടോ. എയിംസ് നോർസെറ്റ് എക്സാമിന്റെ സാലറി സ്കെയിൽ എന്ന് പറയുന്നത് 9,300 to 34,800 വിത്ത് ഗ്രേഡ് 4,600 ആണ്. നോർസെറ്റ് അപേക്ഷിക്കാനുള്ള എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് BSc നഴ്സിംഗ് ഫ്രം ആൻ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ഓർ സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിൽ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർ യൂണിവേഴ്സിറ്റി. BSc പോസ്റ്റ് സർട്ടിഫിക്കറ്റ് ഓർ പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് ഫ്രം ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ഓർ സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിൽ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർ യൂണിവേഴ്സിറ്റി. അതുപോലെ തന്നെ രജിസ്റ്റേർഡ് നേഴ്സ് ആൻഡ് മിഡ്വൈസ് സ്റ്റേറ്റ് ഓർ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ. അതായത് BSc നഴ്സിംഗ് ആൻഡ് പോസ്റ്റ് BSc നഴ്സിംഗ് ആണെങ്കിൽ നമുക്ക് അതിന്റെ രജിസ്ട്രേഷൻ മാത്രം ആവശ്യമുള്ളൂ. എക്സ്പീരിയൻസ് BSc നഴ്സിംഗുകാർക്ക് ആവശ്യം ഇല്ല. എന്നാൽ GNMക്കാർക്ക് അല്ലെങ്കിൽ ജനറൽ നഴ്സിംഗ് കഴിഞ്ഞവർക്ക് അവർക്ക് എക്സ്പീരിയൻസ് ആവശ്യമാണ് കേട്ടോ. ജനറൽ നഴ്സിംഗ് മിഡ്വൈഫറി ഫ്രം ആൻ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ഓർ സ്റ്റേറ്റ് നഴ്സിംഗ് ആൻഡ് റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർ ബോർഡ് ഓഫ് കൗൺസിൽ. അതുപോലെ രജിസ്റ്റേർഡ് ആസ് നേഴ്സ് ആൻഡ് മിഡ്വൈഫ് ഇൻ സ്റ്റേറ്റ് ഓർ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ. അതുപോലെ 2 years എക്സ്പീരിയൻസ് ഇൻ എ മിനിമം 50-bedded ഹോസ്പിറ്റൽ ആഫ്റ്റർ അക്വയറിംഗ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ മെൻഷൻഡ് above as applicable for participating aims. സോ വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ്. GNM പഠിച്ചവർ ജനറൽ നഴ്സിംഗ് കഴിഞ്ഞവർക്ക് 2 years എക്സ്പീരിയൻസ് മസ്റ്റ് ആയിട്ട് ഉണ്ടാകണം. മിനിമം 50-bedded ഹോസ്പിറ്റലിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ്. എന്നാൽ BSc നഴ്സിംഗ് കഴിഞ്ഞവർക്ക് പോസ്റ്റ് BSc കഴിഞ്ഞവർക്ക് എക്സ്പീരിയൻസിന്റെ ആവശ്യം ഇല്ല. ഇനി അടുത്ത് നമുക്ക് അറിയേണ്ടത് ഏജ് ലിമിറ്റ് ആണ്. എയിംസ് നോർസെറ്റിന് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 30 years ആണ്. ജനറൽ കാറ്റഗറിക്ക് അല്ലെങ്കിൽ EWS കാറ്റഗറിക്കൊക്കെ 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക. എന്നാൽ SC ST OBC കാറ്റഗറിക്കൊക്കെ ഏജ് റിലാക്സേഷൻ, PWD കാൻഡിഡേറ്റിന് ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. അത് ഞാൻ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. ഇനി ആപ്ലിക്കേഷൻ ഫീസ് ആയിട്ട് വരുന്നത് ജനറൽ ഓർ OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 3,000 rupees ആണ് ഫീസ് ആയിട്ട് അടയ്ക്കേണ്ടത്. ഇനി SC ST കാൻഡിഡേറ്റ്സ് EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 2,400 rupees ആണ് ഫീസ് ആയിട്ട് വരുന്നത്. ഇനി പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഫീസ് അടയ്ക്കുന്നതിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. അവർക്ക് ഫീസ് അടയ്ക്കേണ്ട കാര്യം ഇല്ല. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിട്ടാണ് 2 എക്സാം വരുന്നത്. സോ ഫസ്റ്റ് സ്റ്റേജ് അല്ലെങ്കിൽ പ്രിലിമിനറി എക്സാം നടക്കുന്നത് 15th September 2024 സൺഡേ ആണ്. ഓൾറെഡി ഞാൻ പറഞ്ഞു. ഓൺലൈൻ CBT ഫോർ സ്റ്റേജ് 2 അല്ലെങ്കിൽ മെയിൻ എക്സാം October 4th ഫ്രൈഡേ ആണ് എക്സാം വരുന്നത് കേട്ടോ. പ്രതീക്ഷിക്കേണ്ടത് www.aimsexam.ac.in എന്ന് പറയുന്ന സൈറ്റിലൂടെയാണ് നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടത്. August 1 മുതൽ August 21 വരെയാണ്, അപ് ടു 5 PM വരെയാണ് ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടത്. ക്ലോസിംഗ് ഡേറ്റ് ഓൾറെഡി പറഞ്ഞു 21/8/2025 മണി വരെയാണ് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുക. കറക്ഷൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു 22-ാം തീയതി മുതൽ 24-ാം തീയതി വരെയാണ്. എന്തെങ്കിലും കറക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ എഡിറ്റിംഗ് ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ ഈ 3 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. തന്നെ അപേക്ഷിക്കുമ്പോൾ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ ഇമേജുകൾ അപ്ലോഡ് ചെയ്യുന്നത്. അതായത് ഫോട്ടോ, സിഗ്നേച്ചർ, തമ്പ് ഇംപ്രഷൻ, ഇത് 3ഉം കൃത്യമായിട്ട് അവർ പറയുന്ന ക്രൈറ്റീരിയാസ്, ഇമേജിന്റെ സൈസും എല്ലാം നോക്കി കറക്റ്റ് അവർ പറയുന്ന ക്രൈറ്റീരിയാസ് അനുസരിച്ച് മാത്രമേ അപ്ലോഡ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ റിജക്റ്റ് ആകും. സോ 3 കാര്യങ്ങൾ ഓർക്കണം: ഫോട്ടോ, സിഗ്നേച്ചർ ആൻഡ് തമ്പ് ഇംപ്രഷൻ. ഇത് 3ഉം ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഏത് റിലാക്സേഷൻ ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു. EWS കാറ്റഗറി, ജനറൽ കാറ്റഗറി പോയിട്ട് മറ്റ് കാറ്റഗറിക്കെല്ലാം റിസർവേഷൻകാർക്ക് ഏജ് ലിമിറ്റ് ഉണ്ട്, സോറി ഏജ് റിലാക്സേഷൻ ഉണ്ട്. SC ST കാറ്റഗറിക്ക് 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ, നോർമലി 30 years ആണെങ്കിൽ SC ST കാറ്റഗറിക്കാർക്ക് 35 വയസ്സ് വരെ അപേക്ഷിക്കാൻ പറ്റും. അതുപോലെ തന്നെ OBC ആണെങ്കിൽ 3 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ട്. അതായത് 33 വയസ്സ് വരെ OBC കാൻഡിഡേറ്റ്സിന് അപേക്ഷിക്കാൻ കഴിയും. ഇനി ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആണെങ്കിൽ 10 years ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഇനി PWD പ്ലസ് OBC കാറ്റഗറി ആണെങ്കിൽ 13 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ട്. PWBD പ്ലസ് SC ST കാറ്റഗറി ആണെങ്കിൽ 15 വർഷം ഏജ് റിലാക്സേഷൻ കിട്ടുന്നുണ്ട്. ഇനി എക്സ് സർവീസ്മെൻ ആൻഡ് കമ്മീഷൻ ഓഫീസേഴ്സ് ഇൻക്ലൂഡിംഗ് ECO ആൻഡ് SSCOs അത് 5 years ആണ് ഏജ് റിലാക്സേഷൻ വരുന്നത്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ നിങ്ങൾ ജനറൽ ഓർ അൺറിസർവ്ഡ്
EWS കാൻഡിഡേറ്റ് ഒക്കെ ആണെങ്കിൽ 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ കിട്ടും. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റ് സിവിലിയൻ എംപ്ലോയീസ് OBC കാറ്റഗറി ആണെങ്കിൽ 5+3 ഒരു 8 ഇയേഴ്സിന്റെ ഏജ് റിലാക്സേഷൻ കിട്ടും. SC/ST കാറ്റഗറിയിൽ കൂടിയാണ് വരുന്നത്. നിങ്ങൾ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആണ്, SC/ST കാറ്റഗറി കൂടിയാണെങ്കിൽ 10 വർഷത്തെ ഏജ് റിലാക്സേഷൻ നിങ്ങൾക്ക് കിട്ടും. ഇത്രയും കാര്യങ്ങൾ ഒന്ന് അറിഞ്ഞു വെക്കാം. എങ്ങനെയാണ് ഈ എക്സാം എന്നുള്ളതാണ്. സോ പാറ്റേൺ ആൻഡ് സ്കീം ഓഫ് എക്സാമിനേഷൻ 2 സ്റ്റേജ് ആയിട്ടാണ് എയിംസ് നോർസെറ്റ് എക്സാം വരുന്നത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പ്രിലിമിനറി എക്സാം മാത്രമാണ്. ഇതൊരു ക്വാളിഫയിങ് എക്സാം മാത്രമാണ്. ക്വാളിഫൈ ചെയ്താൽ മാത്രമാണ് നമുക്ക് സ്റ്റേജ് 2 നോർസെറ്റ് മെയിൻ എക്സാം അറ്റൻഡ് ചെയ്യാൻ കഴിയുള്ളൂ. സ്റ്റേജ് 1 എന്ന് പറയുന്നത് ഒരു പ്രിലിമിനറി ക്വാളിഫയിങ് എക്സാം മാത്രമാണ്. സോ ഈ ഫസ്റ്റ് പ്രിലിമിനറി എക്സാമിന് ടോട്ടൽ നമുക്ക് 100 ചോദ്യങ്ങളാണ് ഉണ്ടാവുന്നത്. പ്രിലിമിനറി എക്സാമിന് 100 ചോദ്യങ്ങൾ ഉണ്ടാകും. നമുക്ക് ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 90 മിനിറ്റ്സ് ആണ്. 90 മിനിറ്റിൽ നമ്മൾ 100 ചോദ്യങ്ങളാണ് അറ്റൻഡ് ചെയ്യേണ്ടത്. ഇവിടെ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. വെറുതെ നമ്മൾ 90 ക്വസ്റ്റ്യൻ ഒരുമിച്ച് മീൻസ് 100 ചോദ്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അറ്റൻഡ് ചെയ്യുകയല്ല ചെയ്യുന്നത്. സോ ഈ എയിംസ് എക്സാമിന്റെ പ്രത്യേകത, നമുക്ക് ഈ 100 ചോദ്യങ്ങളെ 20 ചോദ്യങ്ങൾ അടങ്ങിയ 5 സെറ്റുകളായിട്ട് അവർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 20 ചോദ്യങ്ങൾ അടങ്ങുന്ന 5 സെറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ 20 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആകുമ്പോഴും ആ ഒരു സെക്ഷൻ അത് പൂർണ്ണമായിട്ടും മാറും. നമുക്ക് നേരത്തേക്ക് ആണെങ്കിൽ നമുക്ക് 100 ക്വസ്റ്റ്യൻ നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ 100 പേര് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഇതിന് നിങ്ങൾ ഒരു 5-ാമത്തെ 6-ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു വന്ന് ആ ചോദ്യങ്ങൾ വീണ്ടും ഒന്നുകൂടി വേണമെങ്കിൽ ആൻസർ ചെയ്യാൻ കഴിയും. പക്ഷെ എയിംസ് നോർസെറ്റിന്റെ പ്രത്യേകത, ഈ ഓരോ 20 ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാനായിട്ട് 18 മിനിറ്റുകളാണ് നിങ്ങൾക്ക് കിട്ടുക. 18 മിനിറ്റ് കഴിയുമ്പോഴേക്കും ആ 20 ക്വസ്റ്റ്യൻ ക്ലോസ് ആകും കംപ്ലീറ്റ് ആയിട്ട്. പിന്നെ നിങ്ങൾക്ക് അടുത്ത 20 ക്വസ്റ്റ്യനിലേക്ക് ആയിരിക്കും പോവുക. ആ അടുത്ത 20 ക്വസ്റ്റ്യനിലേക്ക് നിങ്ങൾ പോയിട്ട് പിന്നെ നിങ്ങൾക്ക് ഈ ആദ്യത്തെ 20 ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഒന്നുകൂടി ആൻസർ ചെയ്യാൻ അല്ലെങ്കിൽ ആൻസർ കറക്റ്റ് ചെയ്യാനൊന്നും നിങ്ങൾക്ക് കഴിയത്തില്ല. സോ ആ 20 ക്വസ്റ്റ്യൻ 18 മിനിറ്റ് കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്ത് അത് ക്ലോസ് ആകും. ഓട്ടോമാറ്റിക്കലി ആ വിൻഡോ ക്ലോസ് ആകും. പിന്നെ അടുത്ത 20 ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾക്ക് വരിക. സോ ആ 20 ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആകും ആ 18 മിനിറ്റ് കഴിയുമ്പോൾ. ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വിൻഡോയിലുള്ള ആ 20 ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യൻ പോലും നിങ്ങൾക്ക് ആൻസർ കറക്റ്റ് ചെയ്യാനോ വീണ്ടും ഒന്നുകൂടി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആൻസർ ചെയ്യാനോ കഴിയത്തില്ല. സോ 20 ക്വസ്റ്റ്യൻ അടങ്ങിയ 5 സെറ്റായിട്ടാണ് നിങ്ങൾക്ക് ആൻസർ വരിക. സോ ഓരോ 20 ക്വസ്റ്റ്യനും ആ ഒരു സെറ്റിന് ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടുന്ന സമയം എന്ന് പറയുന്നത് 18 മിനിറ്റ് ആണ്. 18 മിനിറ്റ്സ് ആണ് ഓരോ 20 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടും. സോ അങ്ങനെ 5 സെക്ഷനായിട്ടാണ് വരിക. അതുപോലെ തന്നെ ഇതിന്റെ പാറ്റേൺ എന്ന് പറയുന്നത്, സിലബസ് എന്ന് പറയുന്നത് 100 ചോദ്യങ്ങളിൽ 80 ചോദ്യങ്ങൾ പ്യുവർലി നേഴ്സിംഗ് ചോദ്യങ്ങളാണ്. എന്നാൽ 20 ചോദ്യങ്ങൾ 20 മാർക്കിന്റെ MCQs, ജനറൽ നോളജ് അതിന്റെ ആപ്റ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ ബാക്കി 80 ചോദ്യങ്ങളാണ് നേഴ്സിംഗ് സബ്ജക്റ്റുകളിൽ നിന്ന് ചോദിക്കുന്നത്. 20 ചോദ്യങ്ങൾ ജനറൽ നോളജ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ആണ്. ബാക്കി 80 ചോദ്യങ്ങളാണ് നേഴ്സിംഗ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതുപോലെ തന്നെ ഓരോ ചോദ്യങ്ങൾക്ക് 1/3 മാർക്ക് നെഗറ്റീവ് മാർക്കിങ്ങും ഉണ്ടാകും. 1/3 ഒരു ചോദ്യത്തിന് 1 മാർക്കാണ്. ഒരു ക്വസ്റ്റ്യൻ റോങ് ആയി കഴിഞ്ഞാൽ 0.33 മാർക്കാണ് പോവുക അല്ലെ. 1/3 എന്ന് പറയുമ്പോൾ 0.33, 1 മാർക്ക് ആണെങ്കിൽ 0.33 ആണ് നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് ആയിട്ട് വരുന്നത്. ക്ലിയർ ആണ് ഇത്രയും കാര്യങ്ങൾ? വളരെ ഇമ്പോർട്ടന്റ് ആണ്. 20 ചോദ്യങ്ങൾ അടങ്ങിയ 5 സെറ്റ് ആണ്. ഓരോ 20 ക്വസ്റ്റ്യൻ കഴിയുമ്പോഴും ആ വിൻഡോ ക്ലോസ് ആകും. പിന്നെ നിങ്ങൾക്ക് അതിൽ കറക്റ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൃത്യമായിട്ട് ആ ക്വസ്റ്റ്യങ്ങൾ അറ്റൻഡ് ചെയ്ത് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ വന്നൊരു റീചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല. ഓരോ 20 ചോദ്യം 18 മിനിറ്റ്സ് കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യുകയും വേണം. ഓക്കെ ആണോ? യെസ്. ഇവിടെ കൊടുത്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പർ വിൽ ബി ഡിവൈഡഡ് ഇൻ 5 സെക്ഷൻ, ഈച്ച് ഓഫ് 18 മിനിറ്റ്സ് ഡ്യൂറേഷൻ ആണ്, വേർ ഈച്ച് സെക്ഷൻ വിൽ കണ്ടെയ്ൻ 20 ക്വസ്റ്റ്യൻ. 20 ചോദ്യങ്ങൾ അടങ്ങിയ 5 സെക്ഷൻസ് ആയിരിക്കും ഉണ്ടാകുന്ന. ഓരോ സെക്ഷനും 18 മിനിറ്റ് ആണ് കിട്ടുക. അത് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആകും എക്സാം. ഓക്കെ അല്ലേ? വളരെ ശ്രദ്ധിക്കണം എല്ലാവരും. പുതിയതായിട്ട് എഴുതുന്നവരൊക്കെ ഈ ഒരു പാറ്റേൺ മനസ്സിലാക്കണം. കാരണം അവസാനത്ത് ഈ റിവ്യൂ വെക്കാൻ പറ്റില്ല നിങ്ങൾക്ക്. ഒന്നുകൂടി പിന്നെ വന്ന് വായിച്ചിട്ട് ആൻസർ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റി വെക്കാൻ കഴിയില്ല. സോ കൃത്യമായിട്ട് അത് മനസ്സിലാക്കിയിട്ട് ആൻസർ ചെയ്യാം കേട്ടോ. സോ അതുപോലെ തന്നെ എക്സാമിനേഷൻ ഓട്ടോമാറ്റിക്കലി സബ്മിറ്റഡ് ആകും. ഈച്ച് സെക്ഷൻ വിൽ അപ്പിയർ 1 by 1 ഡ്യൂറിംഗ് 90 minutes duration at one time only. You will be allowed only to attempt questions in the currently active section, which will remain enabled for
set time and it will never come back again for any action after moving to next section. രണ്ടാമത്തെ സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ തൊട്ട് മുന്നത്തെ സെക്ഷനിൽ നിങ്ങൾക്ക് പിന്നെ ഒരു ചേഞ്ചും വരുത്താൻ കഴിയില്ല. അതാണ് ക്ലിയർ ആയിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആയിട്ട് അത് മനസ്സിലാക്കുക. ആദ്യമായിട്ട് എക്സാം എഴുതുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കുക കേട്ടോ. ഇത് വളരെ വലിയൊരു ചേഞ്ച് ആണ്. നിങ്ങൾ പിന്നെ ഒന്നുകൂടെ വായിച്ചിട്ട് ആൻസർ ചെയ്യാന്ന് പറഞ്ഞ് മാറ്റി വെച്ചാൽ പിന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയില്ല. അതാണ് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. അതുപോലെ ക്വാളിഫയിങ് എക്സാം ആണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇതിന്റെ മാർക്ക് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ്, ഫൈനൽ റാങ്ക് ലിസ്റ്റിലേക്ക് കൺസിഡർ ചെയ്യുന്നത്. നമുക്ക് സെക്കൻഡ് മെയിൻ എക്സാമിന് എഴുതാനുള്ള ഒരു ക്വാളിഫയിങ് എക്സാം മാത്രമാണ് പ്രിലിമിനറി. ക്വാളിഫയിങ് മാർക്സ് ഓരോ കാറ്റഗറിക്കും ഡിഫറെന്റ് ആണ്. അൺറിസർവ്ഡ് അല്ലെങ്കിൽ ജനറൽ ആൻഡ് EWS കാറ്റഗറിക്ക് 50% ആണ് വേണ്ടത്. ഇനി OBC കാൻഡിഡേറ്റ് ആണെങ്കിൽ 45% ആണ് വേണ്ടത്. SC/ST കാറ്റഗറി ആണെങ്കിൽ 40% ആണ് വേണ്ടത്. ക്ലിയർ ആണോ? അതുപോലെ PWD കാൻഡിഡേറ്റ് ആണെങ്കിൽ അവർ UR EWS ആണെങ്കിൽ 45%, OBC PWBD ആണെങ്കിൽ 40%, SC/ST PWBD ആണെങ്കിൽ ക്വാളിഫയിങ് മാർക്കായിട്ട് വേണ്ടത് 35% ആണ്. ക്ലിയർ അല്ലേ? ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം കേട്ടോ. കാരണം ഈ പാറ്റേൺ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. അതിലൊരു മിസ്റ്റേക്ക് വന്നാൽ നിങ്ങൾക്ക് ഓരോ സെക്ഷനിലും മാർക്ക് പൊയ്ക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ. ഇനി രണ്ടാമത്തെ സ്റ്റേജ്. അപ്പൊ ആദ്യത്തെ സ്റ്റേജിൽ നിങ്ങൾ ക്വാളിഫൈ ആയെങ്കിൽ രണ്ടാമത്തെ മെയിൻ എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. ഈ മെയിൻ എക്സാം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കണം. മെയിൻ എക്സാമിൽ 180 മിനിറ്റ് ആണ് ഡ്യൂറേഷൻ. അതായത് 3 മണിക്കൂറാണ് എക്സാമിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? എക്സാമിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3 മണിക്കൂറാണ്. 180 മിനിറ്റ് ആണ്. 180 മിനിറ്റിൽ നിങ്ങൾ ആൻസർ ചെയ്യേണ്ട ചോദ്യങ്ങൾ എന്ന് പറയുന്നത് 160 ചോദ്യങ്ങളാണ്. 160 ചോദ്യങ്ങളാണ്. ഓരോ ചോദ്യത്തിനും 1 മാർക്ക് വെച്ച് 160 മാർക്കിന്റെ ചോദ്യങ്ങളാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത്. ഇവിടെയും നിങ്ങൾക്ക് 1/3 മാർക്ക് റോങ് ആൻസറിന് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഈ 160 ചോദ്യങ്ങൾ എന്ന് പറയുന്നത് പ്യുവർലി നേഴ്സിംഗ് ചോദ്യങ്ങളാണ്. അത് തന്നെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കേസ് സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഫോർ ടെസ്റ്റിംഗ് നേഴ്സിംഗ് സ്കിൽ കോമ്പിറ്റൻസി. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സിനാരിയോ ബേസ്ഡ് ആയിട്ട് ക്ലിനിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യനുകളുമാണ്. എൻക്ലക്സ് ടൈപ്പ് ക്ലിനിക്കൽ സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യനുകളായിരിക്കും സെക്കൻഡ് ഫേസിൽ അല്ലെങ്കിൽ മെയിൻ എക്സാമിൽ ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാവുക. ഫസ്റ്റ് പ്രിലിമിനറി എക്സാമിൽ അത്യാവശ്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് കൂടുതൽ. എന്നാൽ സെക്കൻഡ് ഇതിലെ ക്ലിനിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യനും സിനാരിയോ ബേസ്ഡ് കേസ് ബേസ്ഡുമായിട്ടുള്ള ക്വസ്റ്റ്യനുകളായിരിക്കും കൂടുതലായിട്ട് വരിക. സോ എൻക്ലക്സ് ക്വസ്റ്റ്യനുകൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്തിരിക്കണം. സോ ഇവിടെയും നമ്മൾ പറഞ്ഞതുപോലെ പ്രിലിമിനറി എക്സാം പോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെയും 4 സെക്ഷനുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രിലിമിനറിയിൽ 5 സെക്ഷനായിട്ട് 20 ക്വസ്റ്റ്യൻ വെച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മെയിൻ എക്സാമിൽ 4 സെക്ഷനുകളായിട്ടാണ് ഈ ചോദ്യങ്ങളെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സോ 160 ചോദ്യങ്ങൾ മൊത്തം ഉണ്ട് അല്ലെ. 160 ചോദ്യങ്ങളാണ് ടോട്ടൽ ഉള്ളത്. 4 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഓരോ സെക്ഷനിലും 40 ചോദ്യങ്ങളാണ് വരിക. ഓരോ സെക്ഷനിലും 40 ചോദ്യങ്ങളാണ്. മൊത്തം സമയം എന്ന് പറയുന്നത് 180 ആണ്. സോ നമുക്ക് ഓരോ സെക്ഷനും കിട്ടുക 45 മിനിറ്റ് ആണ്. ക്ലിയർ അല്ലേ? സോ 45 മിനിറ്റ് ആണ് ഓരോ സെക്ഷനിലെ 40 ചോദ്യങ്ങളും ആൻസർ ചെയ്യാനായിട്ട് നമുക്ക് കിട്ടുന്ന ടൈം എന്ന് പറയുന്നത്. ഇതെല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. സോ മെയിൻ എക്സാമിൽ 180 മിനിറ്റ് 3 മണിക്കൂറാണ് എക്സാം. 160 ചോദ്യങ്ങളാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. ഓരോ ചോദ്യങ്ങൾക്ക് 1 മാർക്ക് വെച്ചിട്ടാണ്. ഇവിടെയും 1/3 മാർക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. കൂടുതൽ എൻക്ലക്സ് ടൈപ്പ് ക്വസ്റ്റ്യനുകളായിരിക്കും ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആയിരിക്കുമെന്നല്ല, അങ്ങനെയാണ് കഴിഞ്ഞ എക്സാമിലൊക്കെ. സോ 40 ചോദ്യങ്ങൾ അടങ്ങിയ 4 സെക്ഷനുകളാണുള്ളത്. ഓരോ സെക്ഷനും 45 മിനിറ്റ് ആണ് നമുക്ക് ലഭിക്കുക. ഇത്രയും ക്ലിയർ അല്ലേ? ഓട്ടോമാറ്റിക്കലി 180 മിനിറ്റ് ആവുമ്പോൾ തന്നെ അത് എക്സാം കംപ്ലീറ്റ് ആവുകയും ചെയ്യും. ഓട്ടോമാറ്റിക്കലി അത് വിൻഡോ ക്ലോസ് ആകും. ഇവിടെ നമുക്ക് ക്വാളിഫയിങ് മാർക്ക് പറയുന്നുണ്ട്. സെക്കൻഡ് എക്സാമിനേഷനിലും അൺറിസർവ്ഡ് ആൻഡ് EWS കാൻഡിഡേറ്റ് ആണെങ്കിൽ 50% വേണം. OBC ആണെങ്കിൽ 45% വേണം. SC/ST ആണെങ്കിൽ 40% മാർക്ക് ആവശ്യമാണ്. അതിൽ PWD ആണെങ്കിൽ UR EWS PWBD ആണെങ്കിൽ 45%, OBC PWBD ആണെങ്കിൽ 40%, SC/ST PWBD ആണെങ്കിൽ 35% ആണ് മാർക്ക് വേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? എല്ലാവരും ക്ലിയർ ആയിട്ട് ഇത് മനസ്സിലാക്കണം. എക്സാമിന്റെ പാറ്റേൺ ഓക്കെ അല്ലേ? ാണ് ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടതുള്ളത്. സോ ഓൾറെഡി നമ്മൾ പറഞ്ഞു www.aimsexams.ac in എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെയാണ്
നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടത്. സോ അതിന്റെ വളരെ ക്ലിയർ ആയിട്ടുള്ള അവരുടെ ഡീറ്റെയിൽസ് മാനുവൽ ഫ്രണ്ട് പേജിൽ തന്നെ ഈ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. സോ എല്ലാവരും അത് ക്ലിയർ ആയിട്ട് വായിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഡീറ്റെയിൽസ് കൊടുക്കുക. ഓൾറെഡി നമ്മൾ ഈ ഓൺലൈൻ അപേക്ഷിക്കേണ്ടത് എങ്ങനെയെന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ പല സെൻട്രൽ എക്സാമിൽ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാൻ വീണ്ടും അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സോ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്, അതുപോലെ തന്നെ തമ്പ് ഇംപ്രഷൻ, സിഗ്നേച്ചർ ഇതെല്ലാം കൃത്യമായ സൈസിൽ അപ്ലോഡ് ചെയ്താൽ മാത്രമേ അപ്ലോഡ് ആകുള്ളൂ. സോ അത് വളരെ ശ്രദ്ധിക്കുക. സോ അവരെ കൃത്യമായിട്ട് മാനുവൽ വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം അപേക്ഷിക്കുക. സോ അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, എക്സാം സെന്റർ എന്ന് പറയുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ജില്ലയിലും ഉണ്ടാകും. എല്ലാവരും കഴിയുന്ന എല്ലാവരും നിങ്ങൾ അപേക്ഷിക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് DME PSC എക്സാം എഴുതുന്നവരായിക്കോട്ടെ, ഇഗ്മർ പോലുള്ള എക്സാമുകൾ പ്രിപ്പയർ ചെയ്യുന്നവർ ആയിക്കോട്ടെ, എല്ലാവരും എയിംസ് നോർസെറ്റ് എക്സാമിന് അപേക്ഷിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഒത്തിരി സാധ്യതകൾ നിങ്ങളുടെ മുന്നിലുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലും എയിംസ് ആയി കഴിഞ്ഞു. സോ കേരളത്തിൽ ഉടൻ തന്നെ ഉണ്ടാകും. സോ നിങ്ങൾക്ക് SNO ആയിട്ടും ഒക്കെ നിങ്ങൾക്ക് കേരളത്തിലേക്ക് വരാം. അതുപോലെ ഓൾ ഇന്ത്യ ട്രാൻസ്ഫർ ഒക്കെ വരുന്നുണ്ട്. അതിന്റെ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിയുന്ന എല്ലാവരും എക്സാം എഴുതുക. അതുപോലെ ഇപ്പൊ നിങ്ങൾക്കറിയാം, എല്ലാവരും നോർത്ത് ഇന്ത്യൻസ് ആണ് ഈ എയിംസ് നോർസെറ്റ് ഏറ്റവും കൂടുതൽ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അവരാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ കോമ്പീറ്റ് ചെയ്യുന്നത്. മലയാളികൾ കൂടുതലും പുറത്തേക്കൊക്കെ OET ഒക്കെ എഴുതി പുറത്തേക്ക് പോകാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ ഇപ്പൊ നിങ്ങൾക്കറിയാം OET-യുടെ ഒക്കെ ഒരു പ്രശ്നം വന്നത് എല്ലാം ഒരു ഡിലേ വന്നിരിക്കുകയാണ്. സോ അങ്ങനെ നിൽക്കുന്നവരൊക്കെ നിങ്ങൾ കഴിയുന്ന എല്ലാവരും, ഇതൊക്കെ വളരെ പെട്ടെന്ന് റിസൾട്ട് വരുന്ന എക്സാമുകളാണ്. കഴിയുന്ന എല്ലാവരും എക്സാം അപേക്ഷിക്കുക. അതുപോലെ തന്നെ എക്സാം നന്നായിട്ട് പ്രിപ്പയർ തന്നെ എഴുതാൻ ശ്രമിക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഇതിന്റെ മെയിൻസ് എക്സാമിന് കൃത്യമായിട്ടും എൻട്രക്സ് ടൈപ്പ് ക്വസ്റ്റ്യനുകൾ തന്നെ പ്രിപ്പയർ ചെയ്ത് പോകണം. നന്നായിട്ട് വായിച്ചിട്ട് പോകണം. അതുപോലെ പ്രിലിമിനറി എക്സാമിന് സിലബസ് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, അതുപോലെ GK കറണ്ട് അഫയേഴ്സ് കാര്യങ്ങൾ 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. മസ്റ്റ് ആയിട്ട് വായിക്കണം. അതുപോലെ തന്നെ ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യനുകൾ മസ്റ്റ് ആയിട്ട് സിലബസിനകത്ത് വരുന്നതാണ്. ഇതൊക്കെ നിങ്ങൾ മസ്റ്റ് ആയിട്ടും പ്രിപ്പയർ ചെയ്ത് വേണം പോകാൻ. അതുപോലെ തന്നെ പ്രീവിയസ് എക്സാം എയിംസിന്റെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ട് പോകാം. വെറുതെ തമാശയായിട്ട് എടുക്കരുത്. നിങ്ങൾ ഈ പുറത്തൊക്കെ വർക്ക് ചെയ്യാൻ പോയാൽ നിങ്ങളുടെ സാലറി നോക്കുക. ഇപ്പൊ തന്നെ 1,00,000-അടുത്തായി സാലറി. ഇത് വളരെ ഓപ്ഷനുകളാണ്. ഇപ്പോ നമ്മുടെ ഏറ്റവും അടുത്ത സംസ്ഥാനങ്ങളിൽ തന്നെ എയിംസ് എത്തിക്കഴിഞ്ഞു. മധുരയിൽ ഓൾമോസ്റ്റ് പണി കഴിഞ്ഞു. ചിലപ്പോ ഈ എക്സാമിൽ തന്നെ മധുരയിൽ എയിംസ് മധുരയുടെ വേക്കൻസി ഉണ്ടാവും. അങ്ങനെ ഏറ്റവും നമ്മുടെ അടുത്തുള്ളതാണ്. നമ്മുടെ ഏറ്റവും അടുത്ത സംസ്ഥാനങ്ങളിലൊക്കെ എയിംസ് ആയി കഴിഞ്ഞു. കേരളത്തിലും ഉടൻ തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവസരങ്ങൾ പാഴാക്കരുത്. 1,00,000 രൂപയോളം സാലറി കിട്ടുന്ന ജോലിയാണ്. അതുപോലെ തന്നെ എയിംസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏറ്റവും അൾട്ടിമേറ്റ് ആണല്ലോ എയിംസ് എന്ന് പറയുന്നത്. അത് തന്നെ ഒരു പ്രൗഡാണ്. സോ എല്ലാവരും, കഴിയുന്ന എല്ലാവരും എക്സാമുകൾക്ക് ഒരു നഴ്സിംഗ് ഗവൺമെന്റ് ജോലി സ്വപ്നം കാണുന്ന എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രിപ്പയർ തന്നെ എഴുതുക. സിലബസ് മനസ്സിലാക്കി തന്നെ പഠിക്കുക. സോ 2024 ഞാൻ വീണ്ടും ഓർപ്പിക്കുന്നു, നിങ്ങളുടെ ഗവൺമെന്റ് ജോലി എന്ന സ്വപ്നം സാധ്യമാകുന്ന നിങ്ങളുടെ ഒരു സുവർണ വർഷമായിട്ട് തീരട്ടെ. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്.